സംവിധായകൻ ജോസ് തോമസിലേക്ക് പോവുകയാണ്. സർ, ഹൈക്കോടതി പറഞ്ഞത് ഈ സിനിമാ രംഗത്തെ അനാരോഗ്യകരമായ പ്രവണതകളെ ഒരുപക്ഷെ അതിനെ വെള്ളപൂശാൻ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാനാണ് ഹർജിക്കാരൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെടുത്ത് ചോദിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ചൂഷണം ഒക്കെ കുറിച്ച് സംസാരിച്ചു. ഈ ലഹരി ഉപയോഗം അതൊരു വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ് പൊതുവിൽ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ അഞ്ജലി മേനോന്റെ വാക്കുകൾ കേട്ടല്ലോ. WCC ആണ് ഇതിന് ഏറ്റവും അധികം ശബ്ദം ഉയർത്തിയതെന്നാണ് അവർ പറയുന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടി 10 മാസമായിട്ട് അത് പുറത്തു വിടാതിരുന്നിട്ട് ഇവർ സംസാരിക്കും. അത് മാത്രവുമല്ല, കോടതി പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നീട് അഞ്ജലി മേനോൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമുണ്ട്, അതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല, ഇനിയെങ്കിലും സുതാര്യമായി ഭംഗിയായി സിനിമാ രംഗം പോകണം. അപ്പൊ അതിന്റെ അർത്ഥം ആ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമേ ഇല്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ചെയ്തിട്ടും കാര്യമില്ല. ആ റിപ്പോർട്ട് പഠിച്ചിട്ട് ഹേമ കമ്മീഷനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇനി സിനിമാ രംഗത്ത് ഇങ്ങനെയൊക്കെ പുതിയ ചില നിയമങ്ങൾ ഉണ്ടാക്കി പരിഷ്കരിച്ചാൽ പോയാൽ മതിയല്ലോ എന്നല്ലേ അവരാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, സിനിമാ രംഗം ലഹരിയുടെ പിടിയിലാണെന്ന് കൊച്ചിയിൽ ജീവിക്കുന്ന എനിക്കറിയാം. പണ്ട് കാലത്ത് കഞ്ചാവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നീട് അത് രാസലഹരിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം എന്റെ ഒരു സംഘടനാ നേതാവ്, നടനാണ്, സംവിധായകൻ, ഒരു നടന്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ കർഷകർക്കൊക്കെ അത് ഞെട്ടിപ്പോയി. ഒരു സിനിമ പാതി വഴിക്കിട്ട് പോയ സിനിമ അത് തീർക്കാൻ വേണ്ടി ഈ സംഘടനാ നേതാവിന്റെ സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ് നിർമ്മാതാവും സംവിധായകനുമല്ല. അങ്ങനെ അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ കഞ്ചാവിന് അടിമയായിട്ടിരിക്കുകയാണ് നടൻ. കഞ്ചാവല്ല, അല്ലെങ്കിൽ ലഹരി. ഇദ്ദേഹത്തിന് മണിക്കൂറുകളെടുത്തു സംസാരിച്ച് ഒരു കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ. അത് ഒരു വ്യക്തിയുടെ കാര്യമല്ല. സിനിമാ രംഗത്തെ പുതിയ തലമുറയിൽപ്പെട്ട നടീനടന്മാരും സംവിധായകരും ഛായാഗ്രാഹകരും ഒട്ടനവധി കുട്ടികൾ ലഹരിക്ക് അടിമയാണ്. അവര് സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ എന്നോട് ഒരു നടൻ പറഞ്ഞത്, ഒരു നാടകത്തിൽ നിന്നൊക്കെ വന്ന ഒരു നടനാണ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത നടനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു സിനിമയുടെ വർക്ക് തീർന്നിട്ട് രാത്രി റൂമിൽ വന്നു, അന്ന് രാത്രി തന്നെ പോകണം. സംവിധായകന്റെ റൂമിലേക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു ജനക്കൂട്ടമാണ്, അത് പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ആരുടെയും മുഖം കാണാൻ പറ്റില്ല. അദ്ദേഹം എക്സാമ്പിൾ പറഞ്ഞത്, പണ്ട് വാഴക്കുലയൊക്കെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി പുകയിട്ട് പഴുപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ആ മുറിയിലേക്ക്. ഒരു നിമിഷം കൊണ്ട് സാർ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഈ ഒരു അവസ്ഥ ഇന്ന് സിനിമാ രംഗത്ത് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് സ്ത്രീകളും പുരുഷന്മാരൊന്നും വ്യത്യാസമൊന്നുമില്ല. പുതിയ കുട്ടികളായ അഭിനേതാക്കളും മറ്റ് സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളും ഒക്കെ ഈ ലഹരിക്ക് അടിമ തന്നെയാണ്. ഇവർ പാർട്ടികൾ നടത്തുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടല്ലോ. ഈ ലഹരി അങ്ങ് ചെന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല. അടുത്ത ദിവസം പോലും ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ചില പേക്കൂത്തുകളുണ്ട്. പിന്നെ ഈ സ്ത്രീകൾക്ക് നിയമസുരക്ഷയും പരിരക്ഷയും എല്ലാം കിട്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്യുന്ന ചിലരുണ്ട്. എനിക്ക് ചില കേസുകൾ കൃത്യമായി അറിയാം. ഈ സ്ത്രീ പീഡനത്തിന് അല്ലെ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയ ഒരു കേസിൽ കോടതി ആ പ്രതിക്ക് ജാമ്യം കൊടുത്തു. ആ പ്രതി പറഞ്ഞത് ഇവർ തമ്മിലുള്ള എല്ലാ വാട്സപ്പ് ചാറ്റുകളും, അതുപോലെ തന്നെ ആ പെൺകുട്ടി പണം മേടിച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ രേഖകളും എല്ലാം കോടതിയെ കാണിച്ചപ്പോൾ കോടതിക്ക് മനസ്സിലായി ഇത് പരസ്പര ധാരണയോട് ചെയ്ത കാര്യമാണെന്ന് കോടതിക്ക് മനസ്സിലാക്കി ജാമ്യം കൊടുത്തു. അപ്പോ ശരിക്കും അവഹേളിക്കാൻ വേണ്ടി, പുരുഷനെ അവഹേളിക്കാൻ വേണ്ടി സ്ത്രീകൾ കച്ചകെട്ടി ഇറങ്ങുന്നുണ്ട് ഈ നിയമത്തിന്റെ പിൻബലത്തിൽ. അതും നമ്മൾ കാണാതെ പോവുക. എന്തായാലും ഈ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതനുസരിച്ച് സിനിമാ രംഗത്ത് ഒരുപാട് അക്രമങ്ങളും അതിക്രമങ്ങളും കൂടി വരികയാണ്. നിർമ്മാതാക്കൾ അനുഭവിക്കുന്ന ദുരവസ്ഥ പറയാനും വയ്യ. അപ്പോ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന സുരക്ഷ, അല്ലെ ഉണ്ടാവേണ്ട സുരക്ഷ മാത്രമല്ല, നിർമ്മാതാക്കൾക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടാവുന്ന ഒരുപാട് ദുരിതങ്ങളും ദുരനുഭവങ്ങളും അതുമൊക്കെ ഇല്ലാതാവണം. ഇതിന് സർക്കാർ മുൻകൈയെടുത്ത് ഒരു നിയമ സുരക്ഷ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സിനിമാ രംഗം നന്നാവൂ. ഇവിടെ സിനിമാ രംഗത്ത് വളരെ സീനിയറാണ് ഞാൻ. എനിക്കൊക്കെ ലജ്ജാകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊന്നും ചിലപ്പോ നിയമത്തിന്റെ മുമ്പിലോ അല്ലെ പബ്ലിക്കിന് മുമ്പിലോ എത്തുന്നില്ല. ഇതൊക്കെ പലപ്പോഴും ചില ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടു പോവുകയാണ്. അത് കേൾക്കുമ്പോൾ, ആ ചർച്ചകൾക്ക് പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. എങ്ങനെയാണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരിലെ സിനിമയിലേക്ക് വരുന്നവർ ഇങ്ങനെ തകർന്നു പോകുന്നത്? ഇവർക്ക് കുടുംബമില്ലേ,
സഹോദരി സഹോദരന്മാരില്ലേ, മാതാപിതാക്കളില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ, ഈ ലഹരി കച്ചവടം പിടിക്കാൻ സർക്കാർ ഊർജിതമായി ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ സിനിമാ രംഗമെന്നല്ല ഈ യുവതലമുറ നശിച്ചു പോവുക തന്നെ ചെയ്യും. അത് മാത്രമാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. നിങ്ങൾ സിനിമാ രംഗത്തെ അനീതികളും അക്രമങ്ങളും ഒക്കെ കണ്ടെത്തി ശരിയാക്കിക്കോളൂ. പക്ഷെ അതിനു മുമ്പ് ഈ മേഖലയിലേക്ക് ലഹരി വന്നൊഴുകുന്നത്, അതിനു വേണ്ട നിയമപരിരക്ഷ, ഇത് ഇവിടെ എത്താതിരിക്കാൻ, എത്തിയാൽ എത്തുന്നവരെ കൈയോടെ പിടികൂടാൻ ഒക്കെയുള്ള നിയമപാലകരുടെ ശുഷ്കാന്തി വർദ്ധിപ്പിക്കണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാം.